ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കൊച്ചി നിയോജക മണ്ഡലത്തിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി KJ മാക്സി ഇത്തവണയും മത്സരത്തിന് ഇറങ്ങുന്നത്. അദ്ദേഹം കൂടെയുണ്ട്. എങ്ങനെയാണ് ഈ ഒരു അവസാന ലാപ്പിലേക്ക് പ്രചരണങ്ങൾ എത്തുന്ന സമയത്തുള്ളൊരു ആത്മവിശ്വാസം നല്ല വിശ്വാസമാണ് ജയിക്കുമെന്നുള്ളത്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം MLA ആയിരിക്കുമ്പോൾ തന്നെ ഈ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇടപെടാനും ആൾക്കാരെ കാണുവാനും പ്രവർത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് വികസനങ്ങൾ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങൾ ഇടാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ഇടുകൊണ്ടുകൊണ്ടാണ് നല്ല ആത്മവിശ്വാസം ജയിക്കുമെന്നുള്ളത്. ഇത്തവണ ഒരു വലിയ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് കൊച്ചി നിയോജക മണ്ഡലത്തിൽ. അങ്ങനെ ഒരു ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ടോ? ടൈറ്റ് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നമ്മൾ പോകുന്ന ഭാഗങ്ങളിലൊക്കെ നെഗറ്റീവ് കാണുന്നില്ല. എല്ലാവരും പോസിറ്റീവായിട്ട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്, നമ്മുടെ പ്രവർത്തനം പോകുന്നത്. ഇപ്പോൾ ഞാനില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം എല്ലാ ഭാഗങ്ങളിലും പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൗൺസിലർ ലവിതയുണ്ട്, മുൻ കൗൺസിലറുണ്ട് സോണി, ഇവരൊക്കെ ഈ ഫീൽഡിൽ തന്നെ നിറഞ്ഞേക്കിയ ആൾക്കാരാണ് പ്രവർത്തനം എല്ലാവരും. അപ്പോൾ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അത് കണ്ടാൽ അവർക്ക് അറിയാൻ പറ്റും. ഇപ്പം ഞാൻ നേട്ടവും പറയാൻ പറ്റില്ലെങ്കിൽ അവർക്കൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഒന്നും ഇവിടെ കാണാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കോർപ്പറേഷനിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ UDFന് അനുകൂലമായിരുന്നു. ചെല്ലാനം, കുമ്പളങ്ങി പഞ്ചായത്തും ഈ തവണ UDFന് അനുകൂലമായിരുന്നു. സ്വാഭാവികമായിട്ട് അത് LDFന് എതിരായി മാറാനൊരു സാധ്യതയുണ്ടോ നിയമസഭയിൽ? തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ്, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, ഇത് 3 തരത്തിലാണ് പോകുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് ആയിരിക്കും, രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലെ വോട്ടുകൾ വരുള്ളൂ, വികസനവും. തദ്ദേശ തിരഞ്ഞെടുപ്പ് ചിലപ്പോൾ കുറേയൊക്കെ പ്രാദേശികവും പോവും, കുറേയൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ പോവും. അവിടെ സംഭവിക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ നിയമസഭ തിരഞ്ഞെടുപ്പ് പൊളിറ്റിക്സ് ആയിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഈ കഴിഞ്ഞ 10 വർഷം കൊച്ചിയെ പ്രതിനിധീകരിച്ച് അങ്ങ് നിയമസഭയിലേക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇനി ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിൽ കൊച്ചിയിലേക്ക് ഇനിയും എത്തിക്കേണ്ട ചില വികസനങ്ങൾ എന്തൊക്കെയാണ് ഒരു കുറവായിട്ട് തോന്നുന്നത്? കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. പുതിയതായിട്ട് കൊണ്ടുവരേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ യുവജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയം, ഒരു കായിക മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ഇൻഡോർ സ്റ്റേഡിയം, സ്വിമ്മിംഗ് പൂളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ ചെല്ലാനൊക്കെ ചെയ്തതുപോലെ തന്നെ വലിയൊരു വർക്കാണ്. വലിയ തുക, ഒരു 2000-ലധികം കോടി രൂപ വരുന്നതാണ്. അത് ഫോർട്ട് കൊച്ചി വൈപ്പിലേക്കുള്ള അതിൻ്റെ സ്റ്റഡിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അതൊക്കെ പ്രധാനമായിട്ടും എടുക്കുന്നൊരു കാര്യമാണ്. ഈ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് ഈ ഹൈവേ, കോസ്റ്റൽ ഹൈവേയും അതോടൊപ്പം തന്നെ ഈ ടെട്രാപോഡ് ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അശാസ്ത്രീയമാണ് ഉന്നയിക്കുന്നുണ്ട്. അവരതിന് ഈ ഹൈവേ, കോസ്റ്റൽ ഹൈവേ അവർ അധികാരത്തിലെത്തിയാൽ എതിർക്കുമെന്നാണ് പറയുന്നത്. കോസ്റ്റൽ ഹൈവേ എതിർക്കുന്നതിനാണ്. കോസ്റ്റൽ ഹൈവേ ഇപ്പോൾ നമുക്കറിയില്ല, നാഷണൽ ഹൈവേ പണി നടക്കുന്നതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കോസ്റ്റൽ ഹൈവേനെ അഭയം പ്രാപിക്കുന്നത്. കോസ്റ്റൽ ഹൈവേ വന്നു കഴിഞ്ഞാൽ അവർ ചില തെറ്റിദ്ധാരണകളാണ്, റോഡ് ഉയർന്നു പോകും, താഴ്ന്നു പോകും എന്നൊക്കെ പറഞ്ഞാൽ അതിലൊരു കാര്യമില്ല. വികസനം എപ്പോഴും വരണ്ടേ. ഇപ്പോൾ മലയോര ഹൈവേ നന്നായിട്ട് പോകുന്നില്ല അവിടെ. അത് കോസ്റ്റൽ ഹൈവേ കൊണ്ടുവരും. കോസ്റ്റൽ ഹൈവേക്ക് ആരും എതിർപ്പില്ല. ഇവരങ്ങനെ പറയുന്നത് ചില ആൾക്കാരുടെ വാക്കുകളായിട്ട് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ഏതായാലും വീണ്ടും ഹാട്രിക് വിജയം ഉണ്ടാവും. ഏതായാലും വളരെയധികം നന്ദി. വലിയൊരു ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. ഹാട്രിക് വിജയം എന്നത് തന്നെ ഇത്തവണയും ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺ കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.